Hello students, welcome to Sonus Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. ഇത് എക്സ് എങ്ങനെയാ വന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടാണ്, അതായത് ഒരു ടേമിനെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് വാല്യൂന് ഇതിനകത്ത് ഏത് ടേമിനെയാണ് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട്. നിങ്ങൾ എങ്ങനെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ഇതിന്റെ ഉള്ളിലുണ്ടോ ആ ടേമിനെയാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പുട്ട് ദാറ്റ് ടേം ഇസ് ഈക്വൽ ടു സംതിങ് എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇപ്പം 1 പ്ലസ് എക്സ് സ്ക്വയറിനെ എടുത്തു. ഓക്കെ, സോ എടുക്കാണ് പുട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി എടുത്തു. ഓക്കെ, സോ ഇതിനകത്ത് 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഞാൻ എന്താണ് 1 പ്ലസ് എക്സ് സ്ക്വയറിനെ എടുത്തത്? കാരണം ഞാൻ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 0 പ്ലസ് 2x എന്നാണ് കിട്ടുന്നത്. ഈ 2x എന്തുണ്ട്? എനിക്ക് ഇവിടെ മുകളിലുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ടേമിനെ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? സോ അങ്ങനെ വേണം നിങ്ങൾ ടേംസിനെ സെലക്ട് ചെയ്യാൻ, എളുപ്പമാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഞാൻ എന്തെടുത്തു ഇവിടെ? 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ആണ് ഞാൻ എടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് താഴെ 1 പ്ലസ് എക്സ് സ്ക്വയറിന് വരെ അവിടെ ടി വന്നു, പക്ഷെ മുകളിൽ ഒരു 2x ഇവിടെ dx ആണ്. അപ്പം ടിയുടെ ടേംസും ഉണ്ട്, എക്സിന്റെ ടേംസും ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. സോ നമ്മൾ ചേഞ്ച് ചെയ്യണം, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഫുള്ള്, അതായത് എക്സിനെ ഒക്കെ നമ്മൾ മാറ്റാൻ പോവാണ്. ഓക്കെ, സോ നോക്കുക, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടി. ഓക്കെ അല്ലേ? സോ ഞാൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 0 ആയി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്തായി? 2x ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ അല്ലേ? ഇനി അതായത് 2x എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് എന്നായി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് 2x dxന് പകരം നമുക്ക് 2x dxനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ, അതായത് 2x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം എനിക്ക് dt എടുക്കാം അല്ലെ? 2x dx, അതായത് ഇവിടുത്തെ 2x dxന് പകരം എനിക്ക് എന്തെടുക്കാം? dt എടുക്കാം. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യനെ മാറ്റാൻ പോവാണ്. 2x dxന് പകരം എനിക്ക് dt എടുക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t. കണ്ടോ, ഇപ്പം ഡിറ്റിയും ടിയും വന്നു. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ വേണം ഇതിനെ ചേഞ്ച് ചെയ്യാൻ. അപ്പം ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു ടേം വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി യൂസ് ചെയ്യാൻ. കാരണം നമ്മൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2x വരും. 2x dxന് പകരം നമുക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ടേം സെലക്ട് ചെയ്യുന്നത്? ഏതു ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് അതിന്റെ ആൻസർ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്, ആ ടേമിനെ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി യൂസ് ചെയ്യാൻ. ദാറ്റ് ടേം ഇസ് ഈക്വൽ ടു ടി എന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് എളുപ്പമല്ല ചെയ്യാൻ. അതായത് 1 ബൈ ടി ഡി ടി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ അതുപോലെ ഇവിടെ ലോഗ് മോഡ് എക്സിന് പകരം ടി ആണ്, ലോഗ് മോഡ് ടി പ്ലസ് സി. ഇനി നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഈ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടിക്ക് പകരം 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ അതൊന്ന് തിരിച്ചെഴുതിക്കോണം. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ
ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? സോ ഇത് മനസ്സിലായല്ലോ. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Integral of log x the whole square divided by x dx. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെയാ, നമ്മൾ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഡയറക്റ്റ് എന്താണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അതായത് ലോഗ് എക്സിനെ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ലോഗ് എക്സിനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താണ്? 1/x ആണ്. ആ 1/x എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. സോ എന്തായിരിക്കും ഞാൻ എടുക്കേണ്ടത്? ലോഗ് എക്സിനെ ആയിരിക്കണം എടുക്കുന്നത്. ഓക്കെ അല്ലേ? സോ പുട്ട് log x is equal to t. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗ് എക്സിന്റെ എന്താണ്? 1/x. ഓക്കെ, സോ 1/x ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. നമുക്ക് വേണ്ട എന്താണ്? 1/x ഡി എക്സ്, അതായത് 1/x ഡി എക്സ്. ഡി എക്സ് മുകളിലാണ് വരുന്നത്, അപ്പൊ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് ഡി എക്സ് മുകളില് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ഡി ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് ഒക്കെ പോയി ടി മാത്രമായോ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ ഓഫ്, ഓക്കെ, ലോഗ് എക്സിന് പകരം ഞാൻ ടി കൊടുത്തു. ഇവിടെ ടി സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇനി 1/x പകരം 1/x dx പകരം dt ആണ്. അപ്പൊ എന്താണ്? dt എഴുതി. ഓക്കെ, കാരണം ഇത്രയും 1/x dx പകരം dt മാത്രം കൊടുത്താൽ മതി. താഴെയല്ല വരുന്നത്, ഇത്രയും ടേമിന് എന്താണ്? dt ആണ്. സോ എന്താണ്? ടി സ്ക്വയറും dt എല്ലാം ചെയ്യുന്ന ടേംസിലായി. ഇനി നമ്മൾ എന്താ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ടി സ്ക്വയറിന്റെ എന്താണ്? t³ 3 അല്ലേ? അതായത് t³/3 പ്ലസ് സി മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പിൽ ടിക്ക് പകരം നമ്മൾ എന്താണ്? എക്സിന്റെ ടേംസിൽ ആൻസറിനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് ആണ്. സോ ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എന്താണ് എക്സസൈസിൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഡി വൈ ഇട്ടായിരുന്നു അല്ലെ? സോ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ആൻസറിനൊരു എന്താണ്? ഒരു വൃത്തി വരാൻ വേണ്ടി നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് വരത്തില്ലേ? സോ അതാണ് ഞാൻ y is equal to something എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതിയത്. ഓക്കെ, സോ സ്റ്റുഡൻസ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, സോ ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ ഓഫ് 1/, ഇവിടെ എക്സ് രണ്ടിടത്തും ഉണ്ട് അല്ലെ? സോ ഞാൻ എക്സിനെ കോമൺ എടുക്കാൻ പോവാണ്. കാരണം ഇങ്ങനൊരു ടേമിനെ ഞാൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും എനിക്ക് എന്താണ് ആൻസർ വേറൊരു ഇത് ഇവിടെ ഞാൻ പ്രോഡക്റ്റ് ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. സോ എന്തായാലും എനിക്കൊരു ശരിക്കും ഒരു ആൻസർ കിട്ടില്ല. സോ ഞാൻ എന്ത് തീരുമാനിച്ചു? രണ്ടിടത്തും എക്സ് ഉണ്ട്. സോ എക്സിനെ ഞാനങ്ങ് പുറത്തെടുക്കാൻ പോവാണ്. എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്, ഓക്കെ, ഡി എക്സ്. ഇനി എന്താണ്? 1/x വേണമെങ്കിൽ എനിക്ക് പുട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 പ്ലസ് ലോഗ് എക്സിനെ പുട്ട് ചെയ്യാം. ഏതിനെ പുട്ട് ചെയ്യണം? നമ്മള് പുട്ട് ഏതിനെ പുട്ട് ചെയ്യണം? 1 പ്ലസ് ലോഗ് എക്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് എക്സിന്റെ 1/x കിട്ടും. ആ 1/x ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഏതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? പുട്ട് 1 പ്ലസ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഓക്കെ അല്ലേ? സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താണ്? 1 പ്ലസ് ലോഗ് എക്സിന് 1ന് 0 ആയപ്പോൾ ലോഗ് എക്സ് ഇസ് 1/x. ഓക്കെ, 1/x ഇസ് ഈക്വൽ ടു dt ബൈ dx. ഓക്കെ അല്ലേ? ഇനി എന്താണ്? 1/x dx, 1/x dx ഉണ്ട് അല്ലെ? 1/x dx ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. dxന് പകരം ഞാൻ dt കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിനകത്തുള്ള വാല്യൂസ് ഒക്കെ ഇട്ട് നോക്കാം. 1/x dx പകരം എനിക്ക് dt എഴുതാം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സിന് പകരം എനിക്ക് t എഴുതാം. എല്ലാം ടിയുടെ ടേംസിലായി. ഓക്കെ, എന്താണ് 1/x dx നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലോഗ് മോഡ് x പ്ലസ് സി അല്ലെ? അപ്പൊ ഇവിടെ ടി ആകുമ്പോൾ ലോഗ് മോഡ് ടി പ്ലസ് സി. ഇനി എന്താണ്? ടിന്റെ വാല്യൂ മാറ്റി നമ്മൾ എക്സ് ആക്കണം അല്ലെ? സോ ലോഗ് മോഡ് എന്താണ്? ടിക്ക് പകരം നമ്മൾ 1 പ്ലസ് ലോഗ് എക്സ് അല്ലെ? 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 4. Okay, integral of sin x
സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ സൈൻ എക്സിനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പുട്ട് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ടി ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? കോസ് എക്സ് കിട്ടും. ഓക്കെ, പക്ഷെ ആ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞു വന്നാലും നമുക്ക് എന്താണ് ഇതിന്റെ ഉള്ളിൽ കോസ് എക്സ് സൈനിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്താണ് കോസ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കോസ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ എക്സ് ഡി എക്സ്, അതായത് സൈൻ എക്സ് പുറത്തുണ്ട്, കോസ് എക്സിന് മൈനസ് സൈൻ എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ എന്താണ് സൈൻ എക്സ് ഇവിടെ കിടപ്പുണ്ട്. സോ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഓക്കെ, സോ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഓക്കെ അല്ലെ? കോസ് എക്സിന് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? സൈൻ എക്സും ഡി എക്സും, അതായത് ഇത്രയും വേണം അല്ലെ നമുക്ക്? സൈൻ എക്സും ഡി എക്സും. ഓക്കെ, സോ എന്താണ് സൈൻ എക്സ്, ഞാൻ ഈ ഡി എക്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ആ മൈനസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം, എല്ലാം ശരിയായിട്ട് വരുന്നോ നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയാൻ ഞാൻ മൈനസ് ഡി ടി കൊടുത്തു. ഓക്കെ, ഇനി എന്തുണ്ട്? ഒരു സൈൻ ഉണ്ട്. ഓക്കെ, ഉള്ളിൽ എന്താണ്? കോസ് എക്സ്. കോസ് എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ടി കൊടുത്തു. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അങ്ങ് പുറത്ത് എടുക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി. എന്താണ് സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക? മൈനസ് കോസ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ മൈനസ് പിന്നെ ഒരു മൈനസും കൂടെ വരും അല്ലെ? സോ എന്താണ്? പ്ലസ് വരും, കോസ് ടി. ഓക്കെ, പ്ലസ് സി. ഇനി ടിക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. ഓക്കെ, that is equal to cos of t എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? cos x അല്ലേ? cos of cos x plus c. So ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് സൈൻ ഓഫ് ax plus b cos ax plus b dx. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് നമുക്ക് ഏത് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നെങ്കിൽ എന്താണ് സൈൻ ഓഫ് ax plus b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈനെ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കോസ് കിട്ടും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്താണ് കോസ് എക്സ് പ്ലസ് ബിനെ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോസിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് സൈൻ കിട്ടും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോസ് എടുക്കാൻ പോവാണ്. ഓക്കെ, പുട്ട് കോസ് ഓക്കെ ഓഫ് എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടി. ഓക്കെ, കോസിനെ ചെയ്യുമ്പോൾ മൈനസ് സൈൻ വരും, മൈനസ് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. ഡെറിവേറ്റീവ് കഴിഞ്ഞോ? ഇല്ല, ഇതിന്റെ ഉള്ളിലെ ടേമിനെയും കൂടെ നമ്മൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ. സോ ഇൻടു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബിയിൽ എന്തുണ്ട്? എ മാത്രമല്ല, എ എക്സ് മാത്രം നമ്മൾ ചെയ്താൽ പോരെ, ബി കോൺസ്റ്റന്റ് അല്ലേ? സോ അതിന്റെ ഒരു എയും കൂടെ വരും. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. സോ നമുക്ക് വരുന്നത് മൈനസ് എ sin of ax plus b, okay, that is equal to dt by dx. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? സൈൻ എ എക്സ് പ്ലസ് ബി ഡി എക്സ് അല്ലെ? സൈൻ എ എക്സ് പ്ലസ് ബി ഡി എക്സ് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സൈൻ എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡി ടി ഉണ്ട് ഡിവൈഡഡ് ബൈ മൈനസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, സോ എന്താണ്? അപ്പം സൈൻ എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി ബൈ എ എഴുതി. ഓക്കെ, ബാക്കി എന്തുകൊണ്ട്? കോസ് എ എക്സ് പ്ലസ് ബി. കോസ് എ എക്സ് പ്ലസ് ബിക്ക് വരെ ഞാൻ എന്താ കൊടുത്തത്? ടി ആണ് കൊടുത്തത് അല്ലെ? ടി. ഓക്കെ, ഇനി എന്താ? മൈനസ് 1 ബൈ എനെ ഞാനങ്ങ് പുറത്തെടുത്തു. ബാക്കി എന്തുകൊണ്ട്? ടി ഡി ടി മൈനസ് 1 ബൈ എ ഇൻറ്റു ടീനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ 2 അല്ലെ? ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇനി നമുക്ക് ടിക്ക് പകരം എന്താണ്? എക്സിന്റെ ആ ടേം ഇട്ട് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 എ ഞാൻ ഒരുമിച്ച് എഴുതി 2a. ടി സ്ക്വയർ, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടി സ്ക്വയർ എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ വരും. ഓക്കെ, സോ കോസ് സ്ക്വയർ എ എക്സ് പ്ലസ് ബി. ഓക്കെ,
കഴിഞ്ഞു, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6, റൂട്ട് ഓഫ് ax പ്ലസ് ബി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം അല്ലേ. സോ നമുക്ക് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ax പ്ലസ് ബി, റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ax പ്ലസ് ബി ദ ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം, dx. ഓക്കെ, നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് x റേസ് ടു n dx ഇസ് ഈക്വൽ ടു x റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് സി ആണ്. സോ നമുക്ക് എന്താണ് ഇവിടെ പവർ വന്നിട്ടുണ്ട്, ഡയറക്റ്റ് നമുക്ക് എന്താണ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് വരിക, ax പ്ലസ് ബി the whole raised to 1/2 plus 1 is 3/2. Okay, divided by എന്ത് വരും, ഒരു 3/2 വരും. ഓക്കെ, അത് മാത്രമാണോ വരിക? ഓക്കെ, ഞാനിപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതട്ടെ. ദാറ്റ് ഇസ് 2/3 ax പ്ലസ് ബി ദി ഹോൾ റേസ് ടു 3/2. ഇനി നമ്മൾ ആദ്യത്തെ എക്സസൈസിൽ നമ്മൾ പഠിച്ചതല്ലേ, അതായത് ഇതിൻ്റെ ഉള്ളില് എക്സിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് താഴെ എഴുതുക. ഇവിടെ എക്സ് എന്നാണ് അല്ലെ, എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ഒരു എ കിട്ടും. അതിവിടെ താഴെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ മറക്കരുത്, കാരണം എന്താണ്, എക്സ് പ്ലസ് ബി എന്നാണ് ഉള്ളിലത്തെ ടേം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഒരു കാര്യം, ഇവിടെ പ്ലസ് സി എഴുതാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. Okay, integral of x into root of x plus 2 dx. Okay, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ്, ആ റൂട്ടിന് വരെ നമുക്ക് എന്താണ് റേസ് ടു 1/2 തന്നെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് x into x plus 2 the whole raised to 1/2 dx. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സ് പ്ലസ് 2 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, എക്സ് പ്ലസ് 2 നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വുഡ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി. ഓക്കെ, ഇനി എന്താ ഇവിടെ വരിക, എന്താണ്, എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്, അതായത് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്നാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ അല്ലെ, അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 2, എക്സ് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്, കാരണം എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി നല്ല വന്നിരിക്കുന്നത്. വെറും ഡി എക്സിനെയാണ് നമുക്ക് ഡി ടി എഴുതാൻ പറ്റും. അപ്പൊ എക്സ് അവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ തന്നെ ഇടാം. എക്സ് പ്ലസ് 2 പകരം നമുക്ക് എന്താണ്, ടി 1/2. ഡി എക്സിന് പകരം നമുക്ക് ഡി ടി. നമുക്ക് ആകെയുള്ള പ്രശ്നം എന്താണ്, ഇവിടുത്തെ എക്സിനെ ചേഞ്ച് ചെയ്യണം. നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമുക്കുണ്ട് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി അല്ലേ, അപ്പൊ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി ആകുമ്പോൾ ഇവിടുന്ന് എന്താണ്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി 2 അപ്പുറത്തേക്ക് പോകും, ടി മൈനസ് 2. അപ്പൊ നമ്മൾ എന്താണ്, എക്സിന്റെ പ്ലേസ് അപ്പൊ ടിന്റെ ടേംസിലായില്ലേ എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഓക്കെ ടി മൈനസ് 2 into t raised to 1/2 dt. ഓക്കെ, ഇനി നമുക്ക് എന്താ, t മൈനസ് 1 എന്ന് പറഞ്ഞാൽ t raised to 1 എന്നാണ്, മൈനസ് 2. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇതിന്റെ ഉള്ളിലേക്ക് ഈ t raised to 1/2 ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, x raised to m into x raised to 1, that is 1 plus 1/2, that is 3/2 അല്ലേ. t raised to 3/2 minus 2 t raised to 1/2. ഓക്കെ, dt. ഞാൻ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ടി റേസ് ടു 3/2 dt മൈനസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു 1/2 dt. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ടി റേസ് ടു 3/2 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 3/2 പ്ലസ് 1. ഓക്കെ, അപ്പൊ എന്താണ്, ടി റേസ് ടു 5/2 എന്ന് വരും അല്ലെ. ദാറ്റ് ഇസ് ടി റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ എന്ത് വരും, ഒരു 5/2 കൂടെ വരും. ഓക്കെ, മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ ടി റേസ് ടു എന്ത് വരും, 3/2 എന്ന് വരും അല്ലെ. സോ ടി റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. ഓക്കെ, ഇനി എന്താണ്, ഞാൻ ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാൻ പോകണം. ഇതിനെ 5/2 വരും 2/5. ഇതൊക്കെ എങ്ങനെയാ വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, സോ എന്താണ് 2/5 t raised to 5/2 minus
ഇത് 2/3, ഒരു 2 ഓൾറെഡി ഉണ്ട് അവിടെ. ഓക്കെ, t raised to 3/2 plus c. ഓക്കെ, സോ നെക്സ്റ്റ് പിന്നെ എന്താ പറയുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 അതുപോലെ എഴുതി. t എന്ന് പറഞ്ഞാൽ എന്താണ്, x പ്ലസ് 2 ആണ്. ഓക്കെ, ഞാൻ കൊടുക്കാൻ പോവാണ് x പ്ലസ് 2 the whole raised to 5/2. ഓക്കെ, ഇനി എന്താണ് ഇവിടെ 2 into 2 4 മൈനസ് 4, താഴെ ഒരു 3 ഉണ്ട്. ഓക്കെ, ഇനി t, വീണ്ടും t വന്നു. t എന്ന് വെച്ചാൽ x പ്ലസ് 2 ഹോൾ റേസ് ടു 3/2 പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ് നമ്പർ 8. ഓക്കെ, x into root of 1 plus 2x square. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ dx. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് x into ഇതിന്റെ റൂട്ടിൽ നിന്ന് മാറ്റി ഓൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം അല്ലേ. 1 plus 2x square the whole raised to 1/2 dx. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇതിനെ ഞാൻ എന്താണ് പുട്ട് കൊടുക്കാൻ പോവാണ് അല്ലേ. പുട്ട് 1 plus 2x square is equal to t. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 4x അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു dt by dx. ഓക്കെ, എനിക്കിവിടെ എന്താ വേണ്ടത്, എനിക്ക് ഒരു എക്സും പിന്നെ dxഉം മതി. ഓക്കെ, അപ്പം എന്താണ്, എനിക്ക് ഈ എക്സും വേണം ഈ dxഉം വേണം. ഓക്കെ, അപ്പം ഞാൻ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. x dx is equal to dt by 4. x dx എന്ന് പറഞ്ഞാൽ dt by 4 ആണ്. ഓക്കെ, സോ എന്താണ് ഇന്റഗ്രൽ ഓഫ് x dx ന് പകരം ഞാൻ dt by 4 കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലെ സംഭവം എന്താണ്, t ആണ്, ഓൾ റേസ് ടു 1/2. ഓക്കെ, 1/4 പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് t raised to 1/2 dt. ഓക്കെ, ദാറ്റ് ഈസ് 1/4 into t raised to 1/2നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1/2 plus 1 എന്നല്ല വരുന്നത്, അപ്പം 3/2. സോ t raised to 3/2 divided by 3/2 plus c. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 into ഈ 3/2 റെസിപ്രോക്കൽ എടുത്തത് മുകളിൽ വരുമ്പോൾ 2/3 എന്ന് വീണ്ടും വരും. ഓക്കെ, സോ 3/2 2/3 എന്ന് വരും. ഓക്കെ, into t raised to 3/2 plus c. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ 2ഉം ഒരു കാര്യം ചെയ്യാം, ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരുമല്ലോ. സോ ബാക്കി എന്തുണ്ട്, 1/6. ഓക്കെ, ഇനി ടിയുടെ പ്ലേസിൽ നമുക്ക് എന്താണ് 1 plus 2x square ആണ്. ദി ഹോൾ റേസ് ടു 3/2 പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Next question, question number 9. Okay, integral of 4x plus 2 into root of x square plus x plus 1 dx. ഇതാണ് നമ്മുടെ question. Okay, so നമുക്ക് എന്താണ്, നമ്മൾക്ക് ആദ്യം ഈ റൂട്ടിനെ ഓൾ റേസ് ടു 1/2 എന്ന് എഴുതാം. Okay, so that is equal to integral of 4x plus 2 into x square plus x plus 1 the whole raised to 1/2 dx. Okay, സോ നമ്മൾ എന്താണ്, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലത്തെ ടേം, കാരണം ഓൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കിട്ടത്തില്ല അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ടേമിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പുട്ട് എക്സ് സ്ക്വയർ മാറ്റി സ്പേസ്. ഓക്കെ, പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു ടി. ഓക്കെ, സോ എന്ത് കിട്ടും, 2x plus 1 is equal to dt by dx. ഇവിടെ നമുക്ക് എന്താണ് 4x plus 2 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു 2x plus 1 എന്ന് വരത്തില്ലേ. ഓക്കെ, അപ്പൊ എന്താണ് into x square plus x plus 1 the whole raised to 1/2 dx. ഓക്കെ, സോ ഇനി എന്താണ് 2x plus 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം, 2x plus 1 dx is equal to dt.
ഓക്കെ, സോ എന്താണ് ഇന്റഗ്രൽ ഓഫ് 2 ഇൻറ്റു 2x പ്ലസ് 1ഉം dx dt. ഇതിന്റെ ഉള്ളിലത്തെ ഫുൾ ടേം എന്താണ്? t ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോൾ റേസ് ടു 1/2. ഓക്കെ, സോ 2 പുറത്ത് കിടക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് t റേസ് ടു 1/2 dt. 2 into t raised to 1/2 na t raised to 1/2 plus 1, that is t raised to 3/2. Okay, t raised to 3/2 divided by 3/2 plus c. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? t ക്ക് നമുക്ക് കറക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കണം അല്ലേ? that is equal to ഈ 3/2 നെ ഞാൻ ഇവിടെ 2/3 എന്ന് എഴുതാൻ പോവാണ്. into ഒരു 2 ഓൾറെഡി ഇവിടെ ഉണ്ട്, 2 പിന്നെ t raised to t എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ t അല്ലേ, x square plus x plus 1 the whole raised to 3/2. 3/2 plus c. അപ്പം ഇവിടെ 2 2s are 4. 4/3 into x square plus x plus 1 the whole raised to 3/2 plus c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ് നമ്പർ 10. 1/x minus root x. Okay, that is integral of എന്താണ് 1/x മൈനസ് റൂട്ട് എക്സിന് പകരം ഞാൻ എന്തെടുക്കാൻ പോവാണ്? ഹൈപ്പർ റൂട്ട് എക്സ് അങ്ങനെ തന്നെ എടുക്കട്ടെ. ഓക്കെ, എക്സ് റേസ് ടു 1/2 എടുക്കാൻ പാടട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോ പ്രത്യേകിച്ച് ടേംസ് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ടേംസ് ഒന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുക, എന്തെങ്കിലും നമുക്ക് കോമൺ എടുക്കാൻ കാണും. എന്തെങ്കിലും കോമൺ എടുത്തിട്ട് ഒരു ടേമിനെ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇവിടെ ഞാൻ എനിക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് എന്താണ്? ഇവിടുന്ന് റൂട്ട് എക്സ് മാത്രം അല്ലേ? അതായത് ഞാൻ റൂട്ട് എക്സ് കോമൺ എടുത്തു. അപ്പം എക്സിൽ നിന്നും റൂട്ട് എക്സ് പോകെ ബാക്കി എന്തുണ്ട്? റൂട്ട് എക്സ് മൈനസ് ഇവിടെ ഓൾറെഡി റൂട്ട് എക്സ് ആയിരുന്നു 1. ഓക്കെ അല്ലേ? സോ dx. ഇനി എനിക്ക് എന്താണ്? 2 ടേംസ് ആയി അല്ലേ? സോ ഞാൻ ഇതിന്റെ ഉള്ളിലെ ഈ റൂട്ട് എക്സ് മൈനസ് 1 എന്നുള്ള ടേമിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സോ പുട്ട് റൂട്ട് എക്സ് ഓക്കെ minus 1 is equal to t. Okay അല്ലേ? സോ റൂട്ട് എക്സ് ഞാൻ x raised to 1/2 minus 1 is equal to t എന്ന് കൊടുത്തു. ഇനി ഞാൻ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഇവിടെ കിട്ടുന്നത്? 1/2 x raised to 1/2 minus 1 ആണ്. ഡിഫറൻസിയേഷൻ ആണ്. 1/2 minus 1 എന്ന് പറയുമ്പോൾ എന്താണ്? minus 1/2. സോ minus 1/2 ഇതെന്താണ്? 0 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു dt by dx. 0 ആകുന്നത് എന്താണ്? 1 കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ 1/x raised to minus 1/2 അല്ല, അപ്പൊ താഴെ വരുമ്പം x raised to 1/2. എന്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് ഇതിനകത്തിൽ എന്തെങ്കിലും ഒന്നും കിട്ടണം. ഓക്കെ, എന്നാൽ മാത്രമേ എനിക്ക് എന്താണ് ഇതിനകത്തിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് നോക്കുന്ന സമയത്ത് x raised to 1/2 പകരം ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. അപ്പൊ ഞാൻ x raised to 1/2 താഴെ കൊണ്ടുവന്നു. എനിക്കറിയാം x raised to 1/2 എന്ന് വെച്ചാൽ റൂട്ട് എക്സ് ആണെന്ന് എനിക്കറിയാം. അപ്പം അത് ഞാൻ താഴെ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു dt by dx. 1/2 root x is equal to dt by dx. ഓക്കെ, സോ എന്താണ് എനിക്ക് വേണ്ടത്? 1/√x dx. അപ്പൊ എന്താണ് 1/√x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാല് dt ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു. ആ 2നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്താണ്? ഒരു 2 ഇവിടെ വരും, അതിന്റെ കൂടെ ഒരു dt. എല്ലാം ഇല്ല. അതായത് dx-നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഈ 2നെ ഞാൻ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം 2 dt ആയി. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇനി ഇവിടെ ഇട്ട് കൊടുക്കാം. ഇന്റഗ്രൽ ഓഫ് 1/√x dx-ന് പകരം 2 dt എഴുതാം. ഓക്കെ, ഇനി എന്താണ്? താഴെ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഉണ്ട്, അതിന് പകരം t കൊടുക്കാം. ഓക്കെ, സോ എന്താണ് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 2നെ അങ്ങ് വെളിയിലെടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into integral of ഓക്കെ dt by t. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into log mod t plus c. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു t ആയിട്ട് കൊടുത്തത്? ലോഗ് മോഡ് t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിനായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? റൂട്ട് എക്സ് മൈനസ് 1 അല്ലേ? അപ്പം റൂട്ട് എക്സ് മൈനസ് 1 അതിന്റെ ഉള്ളിൽ വരും. ഓക്കെ, സോ പ്ലസ് സി.
ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നിങ്ങൾ എന്താണ് അവസാനം ആ ടീനെ മാറ്റാൻ മറക്കരുത്. ഓക്കെ, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.